ടൈം ട്രാവലിംഗ് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ അധികം കണ്ടു കാണാത്തൊരു പരിപാടിയാണല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി ടൈം ട്രാവലിംഗ് സിനിമയെക്കുറിച്ച് സംസാരിക്കാം. രണ്ട് കൂട്ടുകാർക്ക് ഒരു ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ കിട്ടുകയും അവരുടെ ജീവിതത്തിൽ നടക്കുന്നതും നടക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കോമഡി രൂപേണയും അതേപോലെ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. പിന്നീട് ഇടയ്ക്ക് കുറച്ച് റൊമാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2015 റിലീസായിട്ടുള്ള ഇൻട്രിനേറ്റർ നാളെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് സൈഫൈ കോമഡി മൂവിയാണ്. സോ വെൽക്കം ബാക്ക് ടു ക്വാളിറ്റി ഫ്രെയിംസ് പ്രസൻസ് 100 Days of 100 Underrated. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ കണക്ക് രണ്ട് കൂട്ടുകാരുടെ ഇടയിൽ ഒരു ടൈം ട്രാവൽ മിഷൻ വന്ന് എങ്ങനെ ഉണ്ടാവും, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സിനിമ ഇൻട്രിനേറ്റർ നാളെ. അപ്പോൾ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത് എന്താ, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ജോലിയും ഒരു ഗതിയും പരഗതിയും ഒന്നും ഉണ്ടാക്കാൻ പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റൂല, ജീവിതത്തിൽ ഇനി പണമേ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന രണ്ടുപേരിടയിലാണ് ഒരു ടൈം ട്രാവൽ മിഷൻ അപ്രത്യക്ഷമായി പെട്ടെന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് കിട്ടുമ്പോൾ നമ്മളെപ്പോലുള്ള ആളുകളായാലും ഇത് വെച്ച് പലതും ചെയ്യാൻ തോന്നും. ഇതിൽ കോമഡി ആയിട്ടും അതുപോലെ തന്നെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇത് വെച്ച് ചെയ്യുന്നുണ്ട്. കുറേ വർഷം കഴിഞ്ഞ് ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ ടൈം ട്രാവൽ മിഷൻ ആക്ച്വലി ഇവർക്ക് കിട്ടിയത്. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത് വിഷ്ണു വിശാൽ, മിയ ജോർജ് എന്നിവരൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ ഇഷ്ടപ്പെടാണ്ടൊന്നും ഇരിക്കത്തില്ല. പിന്നെ ഇത് ഭയങ്കര അണ്ടർറേറ്റഡ് ആയിട്ട് കിടക്കുവാണ്, ആരും അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് നമ്മൾ ക്വാളിറ്റി ഫ്രെയിംസ് തന്നെ ഇത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനിയും ഇതിലും മികച്ച അണ്ടർറേറ്റഡ് മൂവീസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ.